ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരത് പ്രഭാവതിയോട് പറയണ മനോഹരനെ തീർക്കാൻ കിട്ടിയ നല്ലൊരു അവസരമായിരുന്നു. ഇനി ഇങ്ങനൊരു അവസരം ഇനി അടുത്തൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ മനോഹരനെ ഇല്ലാതാക്കാൻ കഴിയാത്ത ഖേദത്തോടു കൂടി സംസാരിക്കുകയാണ്. എന്നിട്ട് ശരത്ത് നേരെ പാർവതിക്ക് ഫോൺ ചെയ്യാണ്. എന്നിട്ട് പറയാണ്, അല്ല അമ്മേ, എന്താണ് ഈ അച്ഛൻ്റെ വിചാരം? അച്ഛൻ ഇപ്പോൾ ദാ ആ ഇരുട്ടിൻ്റെയും അരുന്തിനെയും കൂട്ടുപിടിച്ചാണ് ഇപ്പോൾ അച്ഛൻ്റെ നടപ്പ്. അച്ഛനെ ഇപ്പോൾ ഞാൻ കണ്ടിരുന്നു. അച്ഛന് അവരുടെ കൂടെയാണ് പിടിച്ച് നടക്കുന്നത്. അവരെക്കുറിച്ച് അമ്മയ്ക്ക് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ആ നിരഞ്ജൻ്റെ ഇടവും വലവുമാണ് അവർ. നിരഞ്ജനെ കുറിച്ച് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ? നമ്മളെ സുധി സാറിനെ ഇല്ലാതാക്കിയതാണ് അവർ മൊത്തമുള്ള കൂട്ടുകൂട്ട് അത്രയ്ക്ക് നല്ലതല്ല. അച്ഛൻ എന്താണ് ഉദ്ദേശിക്കുന്നതാണാവോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശരത്ത് പാർവതിയെ എരിപിരി കയറ്റിയ ശേഷമാണ് ഫോൺ വയ്ക്കുന്നത്. അങ്ങനെ പാർവതി പറയണം, അച്ഛൻ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് എന്ന് ശരത്തിനോട് പറഞ്ഞിട്ടാണ് ഫോൺ വയ്ക്കുന്നത്. അപ്പോഴത്തേക്കും മുത്തശ്ശി വരികയാണ്. എന്നിട്ട് മുത്തശ്ശി ചോദിക്കുകയാണ്, എന്താണ് എന്ന് ചോദിക്കുമ്പോൾ, മനോഹരേട്ടൻ ആ ഇരുട്ടിനോടൊപ്പവും പരുന്തിനോടൊപ്പവും മാത്രമേ നടക്കുന്നത്. എന്താണാവോ മനോഹരേട്ടൻ്റെ മനസ്സിലിരിപ്പ്? ആണാവോ ആ ഗുണ്ടകളെ കൂടെ നടക്കുന്നത്? മനോഹരേട്ടൻ ഇവിടേക്ക് വന്നിട്ട് വേണം എനിക്ക് ചോദിക്കാൻ എന്ന് പറയുമ്പോൾ, ആ നിരഞ്ജനോടൊപ്പം ഉള്ളവരല്ലേ? എന്തായാലും മനോഹരൻ ആ നിരഞ്ജന് മാപ്പ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പാർവതി നീ ഒരിക്കലും അത് സമ്മതിച്ചു കൊടുക്കരുത്. പാർവതി, നിന്റെ മോനാണ് ഇല്ലാതാക്കിയത്, അത് നീ ഒരിക്കലും അവരോട് ക്ഷമിക്കരുത്. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ പിന്നെ ഒരു നിമിഷം പോലും മുത്തശ്ശി ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞപ്പോൾ പാർവതി പറയണേ, അങ്ങനെയാണെങ്കിൽ അമ്മേ, ഞാനും അമ്മയോടൊപ്പം ഈ വീട് വിട്ട് ഇറങ്ങും എന്ന് പറഞ്ഞ് മനോഹരനെ ചോദ്യം ചെയ്യാൻ വേണ്ടി മുത്തശ്ശിയും പാർവതിയും കാത്തു നിൽക്കുകയാണ്. പിന്നീട് പോലീസ് പ്രേമയെ തെളിവെടുപ്പിനായിട്ട് സിദ്ധുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് രംഗൻ്റെ മുന്നിൽ വെച്ച് പ്രേമ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ പോലീസിനോട് രംഗം പറയാണ്, അല്ല സാറേ, പ്രേമ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് വെറുതെ അവളെ തെളിവെടുപ്പിനായിട്ടൊക്കെ കൊണ്ടുവരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അവൾ തെറ്റ് ചെയ്തോ ഇല്ലേ എന്നുള്ളത് ഞങ്ങൾ തെളിയിച്ചോളാം, ഞങ്ങളുടെ ഡ്യൂട്ടിക്ക് തടസ്സം നിന്നാലുണ്ടല്ലോ നിങ്ങളെയും പിടിച്ച് അകത്തിടും എന്ന് പറഞ്ഞുകൊണ്ട് പ്രേമയും കൊണ്ട് അകത്തേക്ക് കയറുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എവിടെയാണ് ചോര കിടന്നിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ പ്രേമ പറയണതാ ഇവിടെയാണ് കിടന്നിരുന്നത്. അപ്പോൾ നീയാണോ ആദ്യം കണ്ടത് എന്ന് ചോദിച്ചപ്പോൾ, അതെ, ഞാൻ റൂമിൽ നിന്നും കിച്ചണിലേക്ക് പോകുന്ന സമയത്താണ് ഞാനിവിടെ ചോരപ്പാടുകൾ കണ്ടത് എന്ന് പറയട്ടെ. അപ്പോഴൊക്കെ പ്രേമ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോഴാണ് സിദ്ധു അവിടേക്ക് വരുന്നത്, പോലീസ് കാണുന്നത്. അപ്പോൾ പറയണ, സിദ്ധുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയണേ, ഓ സാർ ഇവിടെ ഉണ്ടായിരുന്നോ? ഞങ്ങൾക്ക് തന്നെ ഒന്ന് ചോദ്യം ചെയ്യണമല്ലോ, ഇന്ന് തന്നെ സ്റ്റേഷനിലേക്ക് വന്നോളണം. സിദ്ധു പറയണേ, എനിക്ക് സൗകര്യമില്ല, ഞാൻ ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ റിസൾട്ട് ഒന്ന് വന്നോട്ടെ, എന്നിട്ട് ഞാൻ അവിടേക്ക് വരണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാം. തന്നെ ബലമായിട്ട് പിടിച്ചോണ്ട് പോവാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ താനൊരു വക്കീലായതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ സാർ എന്നെ ഒന്ന് പിടിച്ചോണ്ട് കൊണ്ടുപോ സാറേ, അങ്ങനെയാണെങ്കിൽ സാറിന്റെ തൊപ്പി പിന്നെ ഈ തലയിൽ കാണില്ല. കണ്ണി കണ്ടവളുമാര് പറയുന്നത് കേട്ട് സാറ് തുള്ളാൻ ഒരുങ്ങിയാലേ അവസാനം സാറ് തന്നെയാണ് കുടുങ്ങാൻ പോകുന്നത്. ഈ കേസ് തിരിഞ്ഞു വരും, അതുവരെയുള്ളൂ സാറിന്റെ ഈ അഭ്യാസമൊക്കെ. ബോഡി കിട്ടാത്ത ഈ കേസിന് തെളിവെടുപ്പെടുക്കാൻ തിടുക്കം കാണിച്ച സാറിന് ഞാൻ ഒരു പണി തരുന്നുണ്ട്. എന്താടാ, പേടിപ്പിക്കുകയാണോ? അതേടോ, പേടിപ്പിക്കുക തന്നെയാണ്. എന്റെ ചേച്ചിയെ ഉപദ്രവിച്ചതിന് കണക്ക് പറയാതെ തന്നെ ഞാൻ വിടില്ല. എന്നാ പറയിപ്പിക്കേടാ, പറയിപ്പിക്കുമ്പോൾ ഇതുകൂടെ ചേർത്ത് നീ പറയിപ്പിക്കേ എന്ന് പറഞ്ഞ് പോലീസ് സിദ്ധുവിനെ അടിക്കാൻ ഓങ്ങിയതോടുകൂടി സിദ്ധു കയ്യങ്ങ് തടയാണ്. സ്ത്രീകളോട് പരാക്രമം കാണിക്കുന്നത് പോലെ താൻ എന്നോട് കാണിക്കാൻ വന്നാലുണ്ടല്ലോ നീ വിവരമറിയും. നിന്റെ ഷോക്ക് സ്റ്റേഷനിൽ മതി, ഇതിപ്പോ എന്റെ വീടാണ്, ഇവിടെ വന്ന് ആളാവാൻ നോക്കിയാലുണ്ടല്ലോ വന്ന കാലിൽ പിന്നെ തിരിച്ചു പോവില്ല. പോലീസ് പറയണേ, ഇതൊക്കെ നീ കുറിച്ചു വെച്ചോ, ഇപ്പൊ നീ പറഞ്ഞതിന് എല്ലാം തന്നെ ഞാൻ പലിശ സഹിതം നിനക്ക് ഞാൻ തിരിച്ചു തരും. ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് അതിനുള്ള ഒരു അവസരം വരും, അന്ന് ഞാൻ നിന്നെ എടുത്തോളാം എന്നും പറഞ്ഞ് സിദ്ധുവിനെ വെല്ലുവിളിച്ചിട്ടാണ് പോലീസ് പ്രേമയും കൊണ്ട് തിരിച്ച് സ്റ്റേഷനിലേക്ക് തന്നെ പോകുന്നത്. അപ്പോൾ സിദ്ധു പ്രേമയോട് പറയണേ, ചേച്ചി ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇനി ചേച്ചിക്ക് അധിക നേരം ഒന്നും സ്റ്റേഷനിൽ കിടക്കേണ്ടി വരില്ല, അപ്പോഴത്തേക്കും ചേച്ചിയെ ഞാൻ പുറത്തിറക്കിയിരിക്കും എന്ന് പറയുമ്പോൾ അത് പ്രേമയ്ക്ക് വല്ലാത്തൊരു ആശ്വാസമായിട്ടാണ് പോകുന്നത്. പിന്നീട് സിദ്ധു നേരെ ഒരു കൂട്ടുകാരൻ വക്കീലിനെ കാണാൻ വേണ്ടി ചെല്ലാണ്. എന്നിട്ട് സിദ്ധുവിൻ്റെ കേസ് ഏറ്റെടുക്കാൻ വേണ്ടി പറയണ, അയാൾ എന്നെ വലിച്ചിഴച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാതിരുന്നത് ഞാനൊരു വക്കീലായതുകൊണ്ടാണ്, അല്ല എന്നുണ്ടെങ്കിൽ എന്നോട് സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടി പറയില്ല, അയാളിപ്പോൾ എന്നെ സ്റ്റേഷനിലേക്ക്
വിളിപ്പിച്ചത് തന്നെ പ്രേമിച്ച് കിടക്കുന്നത് പോലെ ഞാനും കിടക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ സിദ്ധുവിൻ്റെ കൂട്ടുകാരനായ വക്കീൽ പറയണ നമുക്ക് ഇന്ന് തന്നെ ബെയിൽ ആപ്ലിക്കേഷൻ മെയിൽ ചെയ്യാം. അപ്പോൾ ഉറപ്പായും 100% സിദ്ധുവിന് ജാമ്യം കിട്ടുമെന്ന് ഉറപ്പാണ്. കേസിൽ ചന്ദ്രയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പോലീസിന് ഇതുവരെയും പറയാൻ കഴിഞ്ഞിട്ടില്ല. ചന്ദ്ര എവിടേക്കാണ് പോയത്, ചന്ദ്രയ്ക്ക് എന്താണ് സംഭവിച്ചത്, ഇതൊന്നും പോലീസിന് ഇതുവരെയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അവൾ നേരത്തെ തന്നെ പോലീസിന് ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് റൂബിയുടെ കയ്യിലാണ് കൊടുത്തിട്ടുള്ളത്. പരാതിയിൽ എന്തുകൊണ്ട് അന്ന് ആക്ഷൻ എടുത്തില്ല? പോലീസും ചന്ദ്രലേഖയും കൂടി നടത്തുന്ന ഒരു ഗൂഢാലോചനയാണെന്നുള്ളത് നമ്മൾ പറയണം. പോലീസിനും ചന്ദ്രലേഖക്കും നല്ല മുൻവിധികളുണ്ട് എന്ന് പറയുമ്പോൾ സിദ്ധുവിന്റെ കൂട്ടുകാരൻ വക്കീൽ പറയാണ് അത് ശരിയാണ്. പ്രേമേച്ചിയെ കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് പോലീസ് പാലിക്കേണ്ട ഒരു നിയമവും പാലിച്ചിട്ടില്ല. ഇതിന്റെ പേരിൽ നിങ്ങളുടെ കുടുംബത്തിനുണ്ടായ കളങ്കവും ചീത്ത പേരിനൊക്കെ ആര് സമാധാനം പറയും? ധൈര്യമായിട്ടിരിക്കും സിദ്ധു. ഈ കേസിൽ ഉറപ്പായും സിദ്ധുവിന് ജയിലിൽ പോവേണ്ടി വരില്ല. ഇത് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്ന് പറയട്ടോ. അങ്ങനെ സിദ്ധു നല്ല ആശ്വാസത്തോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. സിദ്ധു റൂബിയെ കാണാൻ വേണ്ടി പോവാണ്. എന്നിട്ട് റൂബി പരിഹാസത്തോടു കൂടി ചോദിക്കുകയാണ്, അല്ല വിളിപ്പിച്ചില്ലേ സ്റ്റേഷനിലേക്ക്? അടുത്ത ഊഴം സിദ്ധുവിൻ്റെതാണ്. ഞാനൊരു വക്കീലല്ലേ റൂബി മാഡം, അത്ര പെട്ടെന്നൊന്നും എന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമോ? റൂബി പറയാണ് ഇതൊരു ക്ലീൻ കേസല്ലേ, അതുകൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ചാർജ് ഷീറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുടുങ്ങുമെന്നാണോ റൂബി പറഞ്ഞു വരുന്നത്? സംശയം എന്താ, ഉറപ്പായും സിദ്ധു കുടുങ്ങും. അതിന്റെ മുന്നേ റൂബിയാണ് കുടുങ്ങാൻ പോകുന്നത്. ഞാനോ? ഞാനെങ്ങനെ കുടുങ്ങും? ഇനി ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, അതൊക്കെ ക്രൈംബ്രാഞ്ച് കണ്ടുപിടിച്ചോളും. ക്രൈംബ്രാഞ്ചോ? അതെ, ക്രൈംബ്രാഞ്ച് തന്നെ. എൻ്റെ ഭാര്യയെ കാണാനില്ല, അതിൻ്റെ പിറകിൽ റൂബി കൂടി ഉണ്ട് എന്ന് പറഞ്ഞ് ഞാനൊരു കേസ് കൊടുക്കും. കോടതിയിൽ ഞാനൊരു ഹർജി ഫയൽ ചെയ്യാൻ പോവുകയാണ്. ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ എനിക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടോ CBIയോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചോ കേസ് അന്വേഷിക്കണമെന്ന് ഞാനത് ആവശ്യപ്പെടും. കോടതി അത് സമ്മതിക്കുകയും ചെയ്യും. അതിന് ചന്ദ്രയെ കാണാതായതിൻ്റെ പിന്നിൽ എനിക്കൊരു പങ്കുമില്ലല്ലോ. അതൊരു പതർച്ചയോട് കൂടിയിട്ടാണ് റൂബി പറയുന്നത്. അപ്പോൾ സിദ്ധു പറയാണ് അത് പറയേണ്ടത് റൂബിയല്ല, റൂബിയുടെ ഫോണാണ്. ഫോൺ പരിശോധിച്ചാൽ അറിയാവുന്നതല്ലേ ഉള്ളൂ ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ചന്ദ്രയും റൂബിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതൊക്കെ അതൊക്കെ വഴിയെ ഇനി മനസ്സിലായിക്കോളും. ഇനിയിപ്പോൾ കോൾ ലിസ്റ്റ് എടുത്താൽ പോരെ, ആരെയൊക്കെ വിളിച്ചു, എത്ര നേരം സംസാരിച്ചു എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അറിയാം റൂബിയുടെ പങ്ക് എന്താണെന്നുള്ളത്. ഇപ്പോൾ ഏതായാലും സസ്പെൻഷനിലല്ലേ, ഇനി അത് ഡിസ്മിസിനാവാൻ ഒരു പണിയുമില്ല. ഞാൻ ഒരാഴ്ചത്തെ സമയം തരും. അതിനുള്ളിൽ ചന്ദ്രയോട് പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരാവാൻ വേണ്ടി പറയണം. എന്നെ ആരും തട്ടിക്കൊണ്ടു പോയിട്ടില്ല എന്നുള്ളത് അവൾ തന്നെ പറഞ്ഞിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്യും. എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് റൂബിക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴൊക്കെ റൂബി പതർച്ചയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ സിദ്ധു ചോദിക്കാൻ എന്താ പേടിച്ചു പോയോ? ഞാൻ ഈ പറഞ്ഞതൊക്കെ കേട്ടിട്ട് എനിക്കൊരു പേടിയുമില്ല. ഉണ്ടല്ലോ, മുഖത്ത് തന്നെ അത് കാണുന്നുണ്ടല്ലോ, ഇപ്പം നല്ല വിയർക്കലും തുടങ്ങിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ ഉടനെ തന്നെ റൂബി മുഖമൊക്കെ അങ്ങ് തുടയ്ക്കുകയാണ്. ഇനി ഒരു രക്ഷയുമില്ല റൂബി, ഇനിയിപ്പോൾ റൂബിയെ ഞാൻ പൂട്ടാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞാൻ റൂബിയെ പൂട്ടുക തന്നെ ചെയ്യും. അതിനുള്ളിൽ 24 മണിക്കൂറിനുള്ളിൽ ഞാൻ പറഞ്ഞതുപോലെ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞ് റൂബിയെ ഒന്ന് വരട്ടിയ ശേഷമാണ് സിദ്ധു അവിടെ നിന്ന് പോകുന്നത്. ഇനി റൂബി നേരെ ചെല്ലുന്നത് ചന്ദ്രയെ കാണാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് സിദ്ധു പറഞ്ഞ ഇക്കാര്യങ്ങളൊക്കെ പറയട്ടെ. അതോടുകൂടി പിന്നെ ചന്ദ്രലേഖയ്ക്കും ഒരു നിവൃത്തിയും ഇല്ലാതെയാവാണ്. അങ്ങനെ സിദ്ധു പറഞ്ഞതുപോലെ ചന്ദ്രലേഖ ഇനി സ്റ്റേഷനിലേക്ക് പോയി ഹാജരാവുകയാണ്. എന്നിട്ട് എന്നെ ആരും തട്ടിക്കൊണ്ടു പോയിട്ടില്ല എന്ന് പറഞ്ഞ് പരാതി പിൻവലിക്കുകയാണ് കേട്ടോ. അതോടുകൂടി പ്രേമയുടെ നിരപരാധിത്വം തെളിയുകയാണ്. അങ്ങനെ ചന്ദ്രയും റൂബിയും കൂടി നടത്തിയ നാടകത്തിൽ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ സിദ്ധു വിഷമർപ്പിക്കുകയാണ്. പിന്നീട് തങ്കച്ചി സിദ്ധുവിന്റെ അച്ഛനെ കാണാൻ വേണ്ടി ചെല്ലാണ്. അപ്പോൾ സിദ്ധുവിന്റെ അച്ഛനെ കാണണം എന്നുള്ള ഉദ്ദേശത്തിലല്ല തങ്കച്ചി ചെല്ലുന്നത്, ദേവികയെ കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടോ. ശരത്തിനെ പൂട്ടാനുള്ള ദേവിക തന്നെ വേണം എന്നുള്ളത് മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ടാണ് തങ്കച്ചി ചെല്ലുന്നത്. അപ്പോൾ തങ്കച്ചി ദേവികയോട് പറയണേ എനിക്ക് സിദ്ധുവിന്റെ അച്ഛനെ ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ ദേവിക പറയണേ അത് ഒരിക്കലും നടക്കില്ല. കാരണം ഞാനാണ് ഇപ്പോൾ സിദ്ധുവിന്റെ അച്ഛൻ്റെ കൂടെ നിൽക്കുന്നത്, അതുകൊണ്ട് ഞാൻ കാണിക്കാൻ സമ്മതിക്കില്ല. പിന്നെ സിദ്ധു വന്നാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ കാണാം, അല്ലാതെ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ എങ്കിൽ ദേവികയ്ക്ക് ഗുണമുള്ള ഒരു കാര്യം കൂടി പറയാനാണ് വന്നത്. എനിക്ക് എന്ത് ഗുണം? അല്ല ദേവികയുടെ ശത്രുക്കളെ ഒതുക്കാനുള്ള ഗുണം. എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. ദേവികയുടെ ശത്രുക്കൾ എൻ്റെയും ശത്രുക്കളാണെന്ന് പറയുമ്പോൾ എൻ്റെ എല്ലാ ശത്രുക്കളെയും തങ്കച്ചിക്ക് അറിയുമോ? എൻ്റെ ഏത് ശത്രുവാണ് ഇപ്പോൾ തങ്കച്ചിക്ക് ഉള്ളത് എന്ന് ചോദിക്കുകയാണ്. എന്നെ കളിയാക്കണ്ട, ഞാൻ വിശ്വസിക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. ദേവികയുടെ അച്ഛൻ എങ്ങനെയാണ് മരിച്ചത്? സ്വാഭാവികമായിട്ടാണോ അതോ ആത്മഹത്യയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കൊന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവിക മരണമാണെന്ന് പറയുമ്പോൾ എങ്കിൽ തെറ്റി. ദേവിക അറിയാത്ത ആ ഒരു രഹസ്യം ഞാൻ പറഞ്ഞു തരാം. ദേവികയുടെ അച്ഛൻ മരിച്ചത് കൊലപാതകമാണ്, കൊല ചെയ്യുകയാണ് ചെയ്തത്. അത് ആരാണ് ചെയ്തത് എന്നുള്ളതൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞ ഉടനെ തന്നെ ദേവിക അങ്ങ് ഞെട്ടി
പോവാട്ടോ. ഞാൻ പറഞ്ഞത് നിനക്ക് ആരാണ് ആ കൊലയാളി എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ ദേവികയ്ക്ക് വിളിക്കാം. അതിനുവേണ്ടി ഇതാ എൻ്റെ ഈ കാർഡ് എന്നെ വിളിച്ചാൽ ഉടനെ തന്നെ ഞാൻ ദേവികയുടെ മുന്നിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ടാണ് തങ്കച്ചി പോകുന്നത്. അങ്ങനെ ദേവിക അങ്ങ് സങ്കടപ്പെടുകയാണ്. എൻ്റെ സംശയം പോലെയാണല്ലോ തങ്കച്ചിയും പറയുന്നത്. എൻ്റെ അച്ഛനെ അപ്പോൾ ആരോ കൊന്നതാണ്. നാളെ ദേവികയ്ക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു പോയ ആ തങ്കച്ചി പറഞ്ഞു പോയ ആ കാര്യത്തെക്കുറിച്ച് ഓർക്കുകയാണ്. അങ്ങനെ സിദ്ധുവിൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് കണ്ണ് നിറഞ്ഞു നിൽക്കുമ്പോൾ എന്താണ് തങ്കച്ചി പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ അച്ഛനെ കൊന്നതാണെന്നാണ് തങ്കച്ചി പറയുന്നത്. ആരാണ് കൊന്നത് എന്നുള്ളതും തങ്കച്ചിക്ക് അറിയാമത്രേ എന്ന് പറയട്ടെ. അങ്ങനെ തങ്കച്ചി പറയുന്നുണ്ട്, നീ ഇപ്പോഴല്ലേ നിരഞ്ജൻ ഡോക്ടറും അക്ഷരയും കൂടിയാണ് നിന്റെ സുധിയെ കൊന്നത്, കാറിടിച്ച് കൊന്നത് എന്ന് നീ ഇപ്പോഴല്ലേ അറിഞ്ഞത്. പക്ഷേ നീ അറിയുന്നതിൻ്റെ മുന്നേ തന്നെ എനിക്കറിയാമായിരുന്നു. അതുപോലെ നിനക്ക് അറിയാത്ത പല രഹസ്യങ്ങളും എനിക്കറിയാം. അതുകൊണ്ട് നിനക്ക് എന്നെ വിളിക്കണമെന്നുണ്ടെങ്കിൽ, നിനക്ക് ഈ രഹസ്യം അറിയണമെന്നുണ്ടെങ്കിൽ നീ എന്നെ ഒന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു പോയ ആ വാക്കുകൾ സിദ്ധുവിൻ്റെ അച്ഛനോട് പറയണ. അപ്പോൾ സിദ്ധുവിൻ്റെ അച്ഛൻ പറയണ, നീ എന്തായാലും തനിച്ചു പോവണ്ട, തങ്കച്ചി അത്രയ്ക്കും നല്ലവളൊന്നുമല്ല, തങ്കച്ചി ഒരു വൃത്തികെട്ടവളാണ്, അതുകൊണ്ട് നീ മനോഹരൻ വന്ന ശേഷം പോയാൽ മതി എന്ന് പറയട്ടോ. അങ്ങനെ മനോഹരൻ പിന്നെ വരികയാണ്. അങ്ങനെ മനോഹരൻ ദേവികയും കൂട്ടി പിന്നെ നേരെ മനോഹരൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. മുത്തശ്ശിയും പാർവതിയും കൂടി ദേവികയെ അടിച്ചിറക്കി വിട്ട് ആ വീട്ടിലേക്ക് വീണ്ടും മനോഹരൻ കൈ പിടിച്ചുകൊണ്ട് ദേവികയും കൊണ്ട് ചെല്ലുന്ന സമയത്ത് മുത്തശ്ശിയും പാർവതി അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. മുത്തശ്ശി പാർവതിയോട് പറയണ, അവളുടെ ആ വരവ് കണ്ടില്ലേ, എന്തൊക്കെയോ മനസ്സിൽ തീരുമാനിച്ച് ഉറപ്പിച്ചതുപോലെയാണ് അവളുടെ ആ വരവ്, അവളെ അങ്ങനെ വെറുതെ വിട്ടുകൂടാ, ഇപ്പം തന്നെ ഈ വീട്ടിൽ നിന്നും വീണ്ടും പുറത്താക്കണം എന്ന് പറയുമ്പോൾ അതിന് മനോഹരേട്ടൻ സമ്മതിക്കുമോ, നീ എൻ്റെ കൂടെ നിൽക്ക്, നമുക്ക് അവളെ ഇവിടെ നിന്നും പറഞ്ഞു വിടണം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ മനോഹരൻ്റെയും ദേവികയുടെ അടുത്തേക്ക് ചെല്ലാട്ടോ. എന്നിട്ട് പാർവതിയും മുത്തശ്ശിയും പറയണേ, നിന്നെ അല്ലടി ഈ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടത്, പിന്നെ എന്തിനാണ് നീ ഇവിടേക്ക് വീണ്ടും കയറി വന്നത് എന്ന് ചോദിച്ചപ്പോൾ മനോഹരൻ പറയണേ, ഞാൻ വിളിച്ചിട്ടാണ് വന്നത്, എൻ്റെ മോളെ ഞാനാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്, നീ ആരോട് ചോദിച്ചിട്ടാണ് ദേവിക ഇവിടെ നിന്നും പുറത്താക്കിയത്, എൻ്റെ മോൻ സുധിയുടെ ഭാര്യയായിട്ടാണ് ഈ വീട്ടിലേക്ക് കയറി വന്നത്, നീ ആരോട് ചോദിച്ചിട്ടാണ് ദേവികയെ ഇവിടെ നിന്നും പുറത്താക്കിയത് എന്ന് പറഞ്ഞ് മനോഹരൻ്റെ വായിലുള്ളത് നിറയെ പാർവതിയും മുത്തശ്ശിയും കേൾക്കുകയാണ്.